മൊഡ്യൂൾ 4 ഇ പ്ലെയിൻ ടി ജംഗ്ഷൻ. ഇവിടെ നമ്മളൊരു രണ്ട് വേവ് ഗൈഡാണ് കൺസിഡർ ചെയ്യുക. ഒരു പ്രൈമറി വേവ് ഗൈഡും ദെൻ ഒരു സെക്കൻഡറി വേവ് ഗൈഡും. സോ ഇവിടെ പ്രൈമറി വേവ് ഗൈഡിൽ ഒരു സ്ലോട്ട് കട്ട് ചെയ്യും, മീൻസ് ഒരു റെക്ടാങ്കുലർ സ്ലോട്ട് കട്ട് ചെയ്യും. ആ സ്ലോട്ടിലേക്ക് സെക്കൻഡറി വേവ് ഗൈഡ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത വേവ് ഗൈഡ് ആ സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഇ പ്ലെയിൻ ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബട്ട് ആ ഒരു സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് വേവ് ഗൈഡിൻ്റെ ബ്രോഡർ ഡയമെൻഷനിലാണ് ഈ ഒരു റെക്ടാങ്കുലർ സ്ലോട്ട് കട്ട് ചെയ്യുക. ആ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് ബ്രോഡ് ഡയമെൻഷൻ. ആ ബ്രോഡർ ഡയമെൻഷനിൽ ഒരു സ്ലോട്ട് മീൻസ് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. ആ ഹോളിലേക്ക് അടുത്ത വേവ് ഗൈഡ് ഇൻസേർട്ട് ചെയ്യും. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് വേവ് ഗൈഡ് എന്ന് പറയുന്നത് ആ വേവ് ഗൈഡിൻ്റെ പോർട്സിനെയാണ് കൊളീനിയർ ആംസ് എന്ന് പറയുക. പോർട്ട് 1 ആൻഡ് പോർട്ട് 2 എന്ന് പറയുന്നത് കൊളീനിയർ ആമാണ്. മീൻസ് ഒരു വേവ് ഗൈഡിൻ്റെ തന്നെ രണ്ട് എൻട്രൻസിനെയും എക്സിറ്റിനെയാണ് പോർട്ട് 1 ആൻഡ് പോർട്ട് 2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹോൾ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു സ്ലോട്ട് ക്രിയേറ്റ് ചെയ്തു, ആ സ്ലോട്ടിലേക്ക് ഒരു വേവ് ഗൈഡ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻസേർട്ട് ചെയ്യുന്ന വേവ് ഗൈഡിനെയാണ് സൈഡ് ആം എന്ന് പറയുക, അല്ലെങ്കിൽ ഇ ആം എന്ന് പറയും. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ പോർട്ട് 3യിലാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജംഗ്ഷനിലെത്തിക്കഴിയുമ്പോൾ ആ ഇൻപുട്ട് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു പോർട്ട് 1 ആൻഡ് പോർട്ട് 2. ബട്ട് ദർ വിൽ ബി എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ഡിഗ്രി. സോ ഇതാണ് ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇൻപുട്ട് പോർട്ട് 3 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. പോർട്ട് 3യിലേക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ദി ജംഗ്ഷൻ, ആ ജംഗ്ഷൻ എത്തുമ്പോൾ ആ ഫീൽഡ് ലൈൻസിൽ ചേഞ്ച് വരും. ഒന്ന് അതിൻ്റെ ആരോ മാർക്ക് നോക്കുകയാണെങ്കിൽ അപ്വേർഡാണ്, സെക്കൻഡ് പോർട്ടിലേക്ക് വരുന്നത് ഡൗൺവേർഡാണ്. മീൻസ് രണ്ട് പോർട്ടും തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ബട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സെയിം വേ ഇപ്പോൾ പോർട്ട് 3യിലാണ് ഇൻപുട്ട് കൊടുത്തത്. ഇനി പോർട്ട് 1ലും പോർട്ട് 2ലുമാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് പോർട്ട് 3യിൽ കിട്ടുക. ദാറ്റ് മീൻസ് ഈ ഒരു ഇ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സബ്ട്രാക്ടറായിട്ടാണ് വർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ സൈഡ് ആം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇ ആം എടുക്കുകയാണെങ്കിൽ ആ ഇ ആം എന്ന് പറയുന്നത് പാരലൽ ടു ദി ഇലക്ട്രിക് ഫീൽഡാണ്. അതുകൊണ്ടാണ് ഈ ഒരു ജംഗ്ഷൻ എന്ന് ഇ പ്ലെയിൻ ടി ജംഗ്ഷൻ എന്ന് പറയാം. ഇതിൻ്റെ വേറെ പേരെന്ന് പറയുന്നത് വോൾട്ടേജ് ജംഗ്ഷൻ എന്നും പറയും, അല്ലെങ്കിൽ സീരീസ് ജംഗ്ഷൻ എന്നും പറയും. നൗ ദ എസ് മെട്രിക്സ് 3 പോർട്ടാണ് ഇ പ്ലെയിൻ എന്ന് പറയുന്നത് 3 പോർട്ടാണ്. 3 പോർട്ടാണെങ്കിൽ എൻ പോർട്ടുള്ളൊരു ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് n/n ആണ്. സോ ഇവിടെ 3 പോർട്ടാണ്, അതുകൊണ്ട് ഇതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആണ്. സോ ആ ഒരു മെട്രിക്സ് ആദ്യം എഴുതുക. എസ് മെട്രിക്സ് S is equal to matrix of S11, 12, 13, S21, S22, S23, S31, S32, S33. ഇനി നമ്മളതിൻ്റെ മെയിൻ വർക്കിംഗ് പറഞ്ഞു. ഈ പ്ലെയിൻ ടിയിൽ പോർട്ട് 3യിൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ 1ലും 2ലും ഔട്ട്പുട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യും. ബട്ട് ദർ വിൽ ബി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. സോ അതിൻ്റെ ആക്സസ് നോക്കുകയാണെങ്കിൽ, ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ഇതാണ്. സോ ആ പ്ലെയിൻ ഓഫ് സിമെട്രീൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതും പ്ലെയിൻ ഓഫ് സിമെട്രീൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് പോർട്ട് 1ഉം പോർട്ട് 3യും ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് പോർട്ട് 2ഉം പോർട്ട് 3യും ആണ്. ദെൻ ഈ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന ഒരു കണ്ടീഷൻ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം S23 is equal to minus S13. S23 is equal to minus S13. ആ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് -S13 വന്നിട്ടുള്ളത് പ്ലെയിൻ ഓഫ് സിമെട്രിയുടെ ആ ഒരു കണ്ടീഷൻ എടുത്തിട്ട്. ദെൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പോർട്ട് എപ്പോഴും ആ ജംഗ്ഷനിൽ പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയിരിക്കണം, അതർവൈസ് അവിടെ നിന്ന് റിഫ്ലക്ഷൻ വരും. സോ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് 3 ആണ്. സോ ഇഫ് ദാറ്റ് പോർട്ട് 3 ഇസ് പെർഫെക്റ്റ്ലി മാച്ച് ടു ദ ജംഗ്ഷൻ, S33 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ പോർട്ട് 3 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് S33 ആണ്. സോ S33 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഫോംസ് ഇൻ തേർഡ് ഇക്വേഷൻ. ദെൻ നമ്മുടെ എസ് മെട്രിക്സ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിമെട്രിക് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. സിമെട്രിക് മീൻസ് Sij is equal to Sji. So we can write it as S12 is equal to S21, S23 equal to S32, S13 is equal to S31. ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ്ലി മാച്ച്ഡ് കണ്ടീഷൻ എഴുതി, S23നെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഈ ഇക്വേഷൻസ്, ഈ റിലേഷൻസ് എല്ലാം വെച്ചിട്ട് മെട്രിക്സിനെ അത് മോഡിഫൈ ചെയ്ത് എഴുതുക. So S is equal to S11, S12, S13, S12, S22 minus S13, S13 minus S13, 0. അപ്പോൾ നിങ്ങൾ എഴുതിയ കണ്ടീഷൻ വെച്ചിട്ട് റീഅറേഞ്ച് ചെയ്തിട്ടുള്ള മെട്രിക്സ് ആണ് 5 എന്ന് പറയുന്ന ഇക്വേഷനിലുള്ളത്. ദെൻ
നമ്മുടെ അടുത്ത എസ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് യൂണിറ്ററി പ്രോപ്പർട്ടിയാണ്. യൂണിറ്ററി പ്രോപ്പർട്ടി മീൻസ് എസ് ഇൻറ്റു എസ് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഈ ഒരു മെട്രിക്സിനെ ഈ ഒരു ഫോമിലേക്ക് എഴുതുക. എസിൻ്റെ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എസിൻ്റെ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ്. Then we have to multiply those two metrics. First R1 C1 means first multiply ആണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് മെട്രിക്സിലെ റോ 1ഉം സെക്കൻഡ് മെട്രിക്സിലെ കോളം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. Then you will be getting as S11 into S11 conjugate plus S12 into S12 conjugate plus S13 into S13 conjugate is equal to 1. Then നമുക്ക് modulus of S11 square plus S12 square plus S13 square is equal to 1 എന്ന് എഴുതാം. സിമിലർലി R2 C2 കാൽക്കുലേറ്റ് ചെയ്യുക, R3 C3 കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് R3 C1 റോ 3യും C1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അത് ഈക്വൽ ടു 0 ആയിരിക്കും. R3 C1 ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദെൻ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 6 ആൻഡ് 7, സിക്സ്ത് ഇക്വേഷനും സെവൻത്ത് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് ആസ് S11 ഇസ് ഈക്വൽ ടു S22. ദെൻ ഫ്രം ഇക്വേഷൻ 8ൽ നിന്നും നിങ്ങൾക്ക് എഴുതാം 2S13 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് S13 ഇസ് ഈക്വൽ ടു 1/√2. ദെൻ ഫ്രം ഇക്വേഷൻ 9 ഇതാണ്. ഇക്വേഷൻ 9ൽ നമുക്ക് എഴുതാം S11 കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു S12 കോൺജുഗേറ്റ് ഓർ S11 ഇസ് ഈക്വൽ ടു S12. ദെൻ നമ്മൾ നേരത്തെ എഴുതി S11 എന്ന് പറയുന്നത് S22 ഈക്വൽ ആണ്. അതാണ് ആ ഒരു ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത്. S11 ഇസ് ഈക്വൽ ടു S12 ഇസ് ഈക്വൽ ടു S22. ഇക്വേഷൻ നമ്പർ 10ൽ നിന്നാണ് ഈ ഒരു S22 എഴുതിയിട്ടുള്ളത്. ഇതിനിപ്പോൾ S13ക്ക് വാല്യൂ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ S11 സ്ക്വയർ പ്ലസ് S11 സ്ക്വയർ പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു 1. ആ S12 മാറി S11 ആയി. നേരത്തെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ദെർഫോർ S11 ഇസ് ഈക്വൽ ടു ഹാഫ്. ഇക്വേഷൻ നമ്പർ 13. സോ S11ൻ്റെ വാല്യൂ കിട്ടി. S11 എന്ന് പറയുന്നത് S12 ഈക്വൽ ആണെന്ന് പറഞ്ഞു. സിമിലർലി S13യുടെ വാല്യൂ കിട്ടി. സോ ഈ കിട്ടിയ വാല്യൂസ് എല്ലാം മെട്രിക്സിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സിലല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, റിലേഷൻ എല്ലാം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തൊരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, ആ മെട്രിക്സിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ എസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു 1/2 1/2 1/√2. സെക്കൻഡ് റോ 1/2 1/2 മൈനസ് 1/√2 1/√2 മൈനസ് 1/√2 0. നമ്മൾ ഇൻസിഡൻറ്റ് വേവിൻ്റെയും റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ടേംസിലും സ്കാറ്ററിംഗ് കോഎഫിഷ്യൻറ്റിന് എഴുതാം. ദാറ്റ് മീൻസ് B ഇസ് ഈക്വൽ ടു S ഇൻറ്റു A. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. സോ ഈ B എന്ന് പറയുന്നത് 3 പോർട്ടാണ്. മീൻസ് 3 ഔട്ട്പുട്ട് ഉണ്ട്, അല്ലെങ്കിൽ 3 റിഫ്ലക്റ്റഡ് വേവ് ഉണ്ടെന്നാണ്. B1 B2 B3 ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്കാറ്ററിംഗ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു A1 A2 A3. A1 A2 A3 എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് വേവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. B1 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോയും കോളവും തമ്മിൽ A1 A2 A3 കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 A1 plus 1/2 A2 plus 1/√2 A3. B2 is equal to 1/2 A1 plus 1/2 A2 minus 1/√2 A3. B3 is equal to 1/√2 A1 minus 1/√2 A2. Then നമ്മുടെ കണ്ടീഷൻസ് കേസസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഇസ് ഗിവൺ അറ്റ് പോർട്ട് 3 ആൻഡ് നോ ഇൻപുട്ട് അറ്റ് പോർട്ട് 1 ആൻഡ് പോർട്ട് 2. തേർഡ് പോർട്ടിലേക്കാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. മീൻസ് സൈഡ് ആമിലാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ സൈഡ് ആമിൽ ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ A3 നോട്ട് ഈക്വൽ ടു 0 ആണ്. A1 A2 ഇസ് ഈക്വൽ ടു 0. നിങ്ങളിപ്പോൾ എഴുതിയ ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1നും A2നും 0 കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആസ് B1 ഇസ് ഈക്വൽ ടു 1/√2 A3, B2 ഇസ് ഈക്വൽ ടു മൈനസ് 1/√2 A3. ദാറ്റ് മീൻസ് പോർട്ട് 3യിൽ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ഈക്വലി ഇൻ ടു പോർട്ട് 1 ആൻഡ് 2. ബട്ട് അവിടെ ഒരു മൈനസ് സൈൻ മീൻസ് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പോർട്ട് 1ലും പോർട്ട് 2ലും ഈക്വൽ ആയിട്ടൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്. A എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണ്. A3 എന്ന് പറയുന്നത് 0. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് B3 ആസ് 0. ദാറ്റ് മീൻസ് എയിലും ബിയിലും മീൻസ് പോർട്ട് 1ലും പോർട്ട് 2ലും ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ തേർഡ് പോർട്ടിലെ ഔട്ട്പുട്ട് 0. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഈ ആം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇ പ്ലെയിൻ ടി എന്ന് പറയുന്നത് ഒരു സബ്ട്രാക്ടറായിട്ട് ആക്ട് ചെയ്യും. സോ ഫസ്റ്റ് പോർട്ടിലും സെക്കൻഡ് പോർട്ടിലും ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ തേർഡ് പോർട്ട് എന്ന് പറയുന്നതിൽ അതിനെ മൈനസ് ചെയ്തിട്ടുള്ള സിഗ്നൽ ആയിരിക്കും. സോ B3 ഇസ് ഈക്വൽ ടു 0.
സോ ഇത്രയാണ് ഈ പ്ലെയിൻ ടീൻ്റെ എസ് മാട്രിക്സ് ഡെറിവേഷൻ.